ഇന്റീരിയർ കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ഒരു വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മെയിൻ റോഡിൽ നിന്നും വെറും 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്. 4 ബെഡ്റൂമുള്ള ഈ വീടിന്റെ പുറമെയുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം അകത്തേക്ക് കടക്കാം. സെന്റിലുള്ള ഈ വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് ഇന്റർലോക്കോട് കൂടിയ ഒരു വലിയ മുറ്റം നമുക്ക് കാണാം. ഇതിന്റെ റൈറ്റ് സൈഡായിട്ട് ഇരുവശങ്ങളിലുമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിന്റെ അടുത്തായിട്ട് ഒരു കിണറും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് മെയിൻ ആയിട്ടും 2 സ്ട്രോങ് ഗേറ്റുകളാണ് ഇവർ നൽകിയിരിക്കുന്നത്. നേരത്തെ കണ്ട ഒരു ഗാർഡൻ സ്പേസിന് പുറമെ ഈ വീടിന്റെ റൈറ്റ് സൈഡായിട്ട് ഒരു ചെറിയ കാർ പോർച്ചും നൽകിയിരിക്കുന്നു. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് ഈ വീടിന് ഇവർ നൽകിയിരിക്കുന്നത്. 3 സ്റ്റെപ്സോട് കൂടിയിട്ടാണ് എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീടിന്റെ ജനലുകളും വാതിലുകളും നോക്കുകയാണെങ്കിൽ ഇവർ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലൈഫ് കിട്ടുന്ന സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽസിലാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത്. 3 വിൻഡോയും ഈ വീടിന് നൽകിയിരിക്കുന്നു. മുകളിലായിട്ട് ചെറിയ വാം ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ വീടിന് CCTV സർവൈലൻസും കൊടുത്തിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് ഒരു ലക്ഷറി ഫീല് തരുന്ന രീതിക്കാണ് ഇതിന്റെ ഇന്റീരിയേഴ്സ് കംപ്ലീറ്റും ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ റൂഫാണ്. റൂഫിൽ ചെറിയ ലൈറ്റുകൾ കൊടുത്തുകൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ലിവിങ് സ്പേസിന്റെ ഭംഗി ഒന്നുകൂടി കൂട്ടാനായിട്ട് ഒരു കോർണർ സോഫ ഇവിടെ നൽകിയിരുന്നു. 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിന് ബ്ലൈൻഡ്സും നൽകി ഇതിനെ സേഫ് ആക്കിയിട്ടുണ്ട്. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജോട് കൂടിയിട്ടുള്ള TV യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ ഡൈനിങ്ങും ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. സ്റ്റെയർകേസിന്റെ താഴെയായിട്ട് ഒരു ചെറിയ വാഷ് ഏരിയയും നൽകിയിരിക്കുന്നു. ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിന്റെ താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമിലേക്കാണ്. ഇതാണ് ആദ്യം കാണുന്ന ബെഡ്റൂം. അതൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു കോമൺ വാഷ്റൂമും കാണാം. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇനി കാണുന്നത്. 15x12 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ 2 സൈഡിലായിട്ട് 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നല്ല ലൈറ്റുകളും കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്.
വാഷ്റൂം കംപ്ലീറ്റും ബ്രാൻഡഡ് ഐറ്റംസിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട് കംപ്ലീറ്റും ഒരു ലൈറ്റ് തീമിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങും ഉൾപ്പെടെ ഇവർ വെർട്ടിഫൈഡ് ടൈൽ വൈറ്റ് കളർ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന് ശേഷം നമ്മൾ കിച്ചണിനകത്തേക്ക് കടക്കുന്ന സമയത്ത് ചെറിയൊരു പാസേജ് നൽകിക്കൊണ്ടാണ് കിച്ചണും നൽകിയിരിക്കുന്നത്. ഈ വീടിനൊരു ചെറിയ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് ആയിട്ട് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റും ലോവർ ക്യാബിനറ്റും കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് നൽകിക്കൊണ്ടാണ് കിച്ചണും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു എലിഗന്റ് ആയിട്ടുള്ള ടൈലിലാണ് കിച്ചന്റെ വാള് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ടും വിൻഡോസ് നൽകിയിട്ടുണ്ട്. കൂടാതെ കിച്ചന്റെ ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ അതിലും ലൈറ്റ് തീം തന്നെ അവർ ചൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ എക്സിറ്റ് ഡോർ വഴി പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെ ഇവിടെ കാണാൻ പറ്റും. (2300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട്ടിലെ മുകളിലത്തെ 2 ബെഡ്റൂമിന്റെ കാഴ്ചകൾ കൂടി കാണാം. മുകളിലത്തെ നിലയിലേക്ക് കയറി വരുമ്പോൾ എൽ ഷേപ്പിലുള്ള ഒരു ചെറിയ സിറ്റ് ഔട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുകളിലത്തെ 2 മനോഹരമായ ബെഡ്റൂമുകൾ കൂടി കാണാം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് വാഷ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. വാഷ്റൂം സ്പേസിന് തൊട്ടടുത്തായിക്കൊണ്ട് തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ടും ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിലെ 2ാമത്തെ മനോഹരമായ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ബെഡ്റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ 2 സൈഡിലും കൊടുത്തിട്ടുള്ള വിൻഡോസിന് പുറമെ ഈ ഒരു വാളിന്റെ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള വിൻഡോസ് ആണ്. ഇതുവഴി തന്നെ നമുക്ക് ഇവിടെ ഒരു എക്സിറ്റ് ഡോർ കൊടുത്തിട്ടുണ്ട്. പുറത്തുള്ള അടിപൊളി കാഴ്ചകളും ഇവിടെ നിന്ന് കിട്ടും. ലെങ്തി ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമാണ് ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ മനോഹരമായ ഒരു സ്പേസിലേക്കാണ്. ഇവിടുത്തെ ഒരു കോമൺ ബാൽക്കണിയാണ് ഈ കാണുന്നത്. ഇനി കാണുന്നത്
ഈ വീടിന്റെ ഓപ്പൺ ടെറസ് ആണ്. ഇവിടുന്ന് തന്നെ മുകളിലേക്കുള്ള സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.